ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി നോക്കിയാലോ. അധികം മസാലകളും പൊടികളും ഒന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ സ്പൈസസ് നമുക്കൊരു പോട്ട് വെച്ച് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലേക്കൊന്ന് ഇട്ടൊന്ന് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നല്ലൊരു മണം വരുന്ന ആ ടൈമിൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഈ സവാള ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് വഴറ്റി വന്നെടുക്കുക. കളർ മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റി വന്നെടുക്കുക. ഇപ്പോൾ ഇവിടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചിക്കന് ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്ന് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങുന്ന ടൈം ആവുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ വേറെ മസാലകൾ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ഈ ചിക്കൻ ഒന്ന് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ചിക്കനിലുണ്ടായിരുന്ന വെള്ളമെല്ലാം പറ്റി ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയിലായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്നും ടേസ്റ്റിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.